ഒരാൾക്ക് ശരീരത്തിൽ അസുഖം ഉണ്ടായിരുന്നു, ചത്തുകൊണ്ടിയായിരുന്നു. തീഷ്ണതയോടെ പൗലോസിനെ പോലെ ഓടിയ ആളാ, പക്ഷെ പിന്മാറിപ്പോയി. ശരീരത്തിൽ രോഗം ഉണ്ടായിരുന്ന ആരായിരുന്നു? വീട്ടില് അച്ഛൻ്റെ വൈഫിനായിരുന്നു. ക്യാൻസർ ആയിരുന്നു. തലമുറ ഉണ്ടായി. അവിടെ വിവാഹം കാണും. അവർക്ക് തലമുറ ഉണ്ടാകുന്നത് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കൂടെ നിന്ന് കാണും. എഴുന്നേറ്റ് നിൽക്കാവോ? വീട്ടിലെ ഒരാൾക്ക് ശരീരത്തിൽ അസുഖം ഉണ്ടായിരുന്നു, ചത്തുകൊണ്ടിയായിരുന്നു. ദൈവം ആയുസ്, ഞാൻ പറഞ്ഞ മനസ്സിലായോ? പരിശുദ്ധാത്മാവിനോട് പറയുക, നിന്റെ വീട്ടിൽ അത്ഭുതം ഇറങ്ങി വന്ന ദൈവം ഇറങ്ങി വന്നോണ്ടാ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോവാ. നീ ദൈവത്തിന്റെ അഭിഷക്തനായി മാറേണ്ട ആളാ. ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ ദൈവം നിന്നെ വിളിച്ച ഇന്ന് രാവിലെ നിനക്കൊരു റിസ്റ്റോറേഷൻ ഉണ്ടാകാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ ഒന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ആദരവൊന്ന് തുറന്ന്, യേശുവേ, ഈ വീടിനകത്തേക്ക് ഒരു ദൈവത്തിന്റെ ശക്തി ഇന്ന് രാവിലെ ചലിച്ചിറങ്ങി വരാൻ തുടങ്ങുക. ദാസനെ നൽകിയതെല്ലാം ദൈവത്തിന്റെ ദാനമാ. ഇന്ന് വരെ നീ അനുഭവിച്ചതെല്ലാം ദൈവത്തിന്റെ ദാനമാ. നീ കണ്ടതെല്ലാം ദൈവത്തിന്റെ കൃപയാ. നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവനാ. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കേണ്ടവനാ. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. അച്ഛാ, ശരീരത്തിൽ രോഗം ഉണ്ടായിരുന്ന ആരായിരുന്നു? വീട്ടില് അച്ഛൻ്റെ വൈഫിനായിരുന്നു. ക്യാൻസർ ആയിരുന്നു. യേശു സൗഖ്യമാക്കി. ദൈവം നടത്തി. ഇപ്പം നിൽക്കുന്ന രാജ്യം ദൈവം കൊണ്ടച്ചെന്ന രാജ്യമാണ്. തീഷ്ണതയോടെ പൗലോസിനെ പോലെ ഓടിയ ആളാ, പക്ഷെ പിന്മാറിപ്പോയി ദൈവത്തിൽ നിന്ന്. കർത്താവ് എന്നോട് പറയുക, ഇന്ന് രാവിലെ യേശുവിലേക്ക് തിരിച്ചു വരണം. നിന്റെ കുടുംബം ഒരു അത്ഭുതമാകാൻ പോവാ. നിന്റെ തലമുറ ഒരു അത്ഭുതമാകാൻ പോവാ. കൈയടിച്ച് ആദരം തുറന്ന് യേശുവേ ഉറക്കെ വിളിച്ച് നന്ദി പറഞ്ഞ് ഒരു രാജ്യത്തിന്റെ മണ്ണിൽ നീ ഒരു ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി ദൈവം നിന്നെ ഇന്ന് രാവിലെ ഒരുക്കാൻ പോവാ. ഇടയ്ക്ക് പിന്മാറിപ്പോയോ? പോയി പോയി. അച്ഛൻ പിന്മാറിയ പോലെ പിന്മാറിപ്പോയ മനുഷ്യനായത് തൊണ്ടാ നിൽക്കുന്നത്. മസ്കറ്റിലായിരുന്നില്ലയോ? ആയിരുന്നു. നീ ഞങ്ങളുടെ മെമ്പറാ. ഇതുപോലൊരു ദൂത് പറഞ്ഞ ഫസ്റ്റ് ടൈം വന്നപ്പോ കൊയറി പാടിക്കൊണ്ടൊക്കെ ഇരുന്ന, പക്ഷെ യേശുവിന്ന് തിരിച്ചുപോയി. അന്നത്തെ ഒറ്റ ദൂത് തിരിച്ചു കൊണ്ടുവന്നു. ഇന്ന് ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫാ. അച്ഛനോട് ഞാൻ പറയുക, യേശുവിൻ തിരിച്ചു വരണം, യേശുവിന് വേണ്ടി ജീവിക്കണം. കുടുംബമായിട്ട് ദൈവത്തിന് നിങ്ങള് ഒരു മഞ്ഞു പൊടിയുന്ന രാഷ്ട്രത്ത് ദൈവം നിങ്ങളെ കൊണ്ടിട്ടേക്കുക. അതെന്തിനാന്നറിയോ? ദൈവത്തിന്റെ പദ്ധതിക്ക്. അച്ഛാ, ഭാര്യയുടെ പേര് പറ. ഇപ്പൊ ശാരീരമായിട്ട് എങ്ങനെയുണ്ട്? ഇപ്പൊ ശാരീരമായിട്ട് എങ്ങനെയുണ്ട്? ഭയങ്കര സങ്കടത്തില ആളും. പിള്ളേര് എന്ത് ചെയ്യാള്? അവളെവിടെയാ? ഓ, നിങ്ങൾ ഓസ്ട്രേലിയല്ല. ആ മണ്ണിൽ സുവിശേഷകനാവും. യേശുവിന് വേണ്ടി നിൽക്കും. കൊച്ചിന് വേണ്ടി ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കും. വൈഫ് ജീവിച്ചിരിക്കും. കുഞ്ഞിന് മോളില്ലേ, മോക്ക് തലമുറ ഉണ്ടായി. അവിടെ വിവാഹം കാണും. അവർക്ക് തലമുറ ഉണ്ടാകുന്നത് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കൂടെ നിന്ന് കാണും. ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരേത് സ്ഥലത്തുണ്ടോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങിച്ചെല്ലാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് എല്ലാവരും കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് അന്തനി ഹടമന ഘടക ധനാദന ചസിയ. അച്ഛാ, ഞാൻ അച്ഛനെ കാണുമ്പോൾ കർത്താവിനെ ഒരു വെളിപ്പാടും കൂടെ കാണിക്കുക. നിങ്ങൾ ഒരു സമയത്ത് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി തീഷ്ണതയോടെ ഓടിയ മനുഷ്യനാ. പക്ഷെ നിങ്ങളെ പിശാച് കൊളുത്തിട്ട് പുറകോട്ടൊന്ന് പിടിച്ചു. ഇന്ന് രാവിലെ കൊളുത്ത് പൊട്ടിച്ചു കളയാനാ എൻ്റെ മേ ദൈവം നിയോഗം തന്നിട്ടുള്ളത്. പണ്ടത്തെക്കാൾ ആവേശത്തോടെ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ഓടാൻ എൻ്റെ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യുക.
പോരായേ. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഓ മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇത് പോരായേ
ജീസസ് ആത്മാവിൽ പ്രാർത്ഥിച്ച ചില രോഗശക്തികൾ മാറിപ്പോകാൻ തുടങ്ങുക. ചില പ്രതിബന്ധങ്ങൾ ഉടയാൻ പോകുക. ആത്മാവിന്റെ ശക്തിയെ